പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ബഹുമാന്യനായ MC സ്കറിയ അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ കൊറ്റനാട് സ്വദേശിയാണ്. അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛ നമസ്കാരം. നമസ്കാരം അച്ചു. അച്ഛൻ എങ്ങനെയാണ് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വന്നത്? ഏത് കാലഘട്ടത്തിലായിരുന്നു അച്ഛൻ ആരംഭിച്ചത്? 1975 ഭവനാന്തരീക്ഷത്തിൽ ഞങ്ങൾ വിളിച്ചു പ്രസംഗമൊക്കെ തുടങ്ങിയത്. ഒരു ഇവാഞ്ചലിസ്റ്റിക് ത്രില്ല് ഞങ്ങളിലുണ്ട്. അത് തുടർന്ന് ഞാൻ ഒരു സുവിശേഷകനായി 7 വർഷം പ്രവർത്തിച്ചു. ആ കാലയളവിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരാനുള്ള വലിയ ഒരു തീരുമാനത്തിൻ്റെ ഉറപ്പായിട്ട് ഞാൻ സ്വീകരിച്ചു. അങ്ങനെ എവിടെയാണ് സെമിനാരിയിൽ പഠിച്ചത് അച്ഛന്? കോട്ടയം MD സെമിനാരിൽ പഠിച്ചു. അതിനുശേഷം ഏത് വർഷമാണ് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വന്നത്? 90-ലാണ്. എത്ര വർഷം ശുശ്രൂഷ ചെയ്തിരുന്നു പുരോഹിതനായിട്ട്? about 30 ഇയേഴ്സ് അച്ഛൻ വർക്ക് ചെയ്തിരുന്നു. ഇവാഞ്ചലിസ്റ്റ് ആയിട്ടാണല്ലോ തുടങ്ങിയത്. അതെ. അച്ഛൻ്റെ എങ്ങനെയായിരുന്നു ഇവാഞ്ചലിസ്റ്റ് ആകാനുള്ളൊരു കാരണം എങ്ങനെയായിരുന്നു? കാരണം ഞങ്ങൾ ഏതാനും യുവാക്കൾ ഞങ്ങളുടെ മാതൃകാ ഇടവകയിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ ലഭിച്ച വലിയ ഒരു പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്കൊരു ഇവാഞ്ചലിസ്റ്റിക് വലിയ ഒരു തീഷ്ണത, ഒരു ത്രില്ല് മനസ്സിൽ. ആ സമയത്ത് ഞങ്ങളുടെ സീനിയർ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് AMM ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് പോയി. അതിനു മുമ്പ് ഞങ്ങൾ ഈ പാറപ്പുറത്ത് നല്ല നിലാവുള്ള രാത്രികളിലൊക്കെ വിളിച്ചു പ്രസംഗങ്ങളുമൊക്കെ നടത്തി ഞങ്ങൾ വലിയൊരു സന്തോഷത്തോടും താല്പര്യത്തോടും കൂടെ ജീസസ് ഈസ് ദ ഹോപ്പ് ഓഫ് ദ വേൾഡ് എന്നുള്ള വലിയ ഒരു ദൗത്യം ഞങ്ങളെ നല്ലതായിട്ട് ശക്തീകരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ ഫീൽഡിലേക്ക് പോയത്. ഓക്കെ. ഏറ്റവും കൂടുതൽ അച്ഛനെ സ്വാധീനിച്ച ആളുകളായിരുന്നു? പേരൻസിൻ്റെ സ്വാധീനം എങ്ങനെയായിരുന്നു? പേരൻസ്, എൻ്റെ ഫാദർ 35 വർഷം സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. എൻ്റെ അമ്മ നല്ല പ്രാർത്ഥനാന്തരീക്ഷമായിരുന്നു. അമ്മയുടെ വല്യപ്പച്ചനൊക്കെ ഒരു ഉപദേശിയായിരുന്നു. അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദൈവിക അന്തരീക്ഷത്തിൽ വളർന്നു വരുവാനായിട്ട് ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ഇടവകയിലെ നല്ല ധ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചിടവകയായിരുന്നെങ്കിലും നല്ല ധ്യാനങ്ങൾ, അവിടെ വെച്ചൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ടൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അച്ഛനെ പിതാവ് സ്വാധീനിച്ചെന്ന് പറഞ്ഞു. അമ്മയെപ്പറ്റി എന്താണ് പറയാനായിട്ടുള്ളത്? അമ്മ നല്ല ഒരു പ്രാർത്ഥനക്കാരിയായിരുന്നു. അല്പം ജോലി കഴിഞ്ഞാൽ ഉടനെ അവരൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ച് പോരി പള്ളിയിൽ പ്രാർത്ഥന ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ അവരിങ്ങനെ ഒരുമിച്ച് ഈ പള്ളിയിലും അല്ലാതെയും ഒക്കെ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ നല്ലതായിട്ട് വളർത്തിക്കൊണ്ടുവന്നു. അച്ഛന് മിഷൻ ഫീഡ് തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലായിരുന്നു? എവിടെയായിരുന്നു അത് അച്ഛൻ ആരംഭിച്ചത്? അത് 1977 ജൂൺ മാസം 16-ാം തീയതി സഭ ഒരു പുതിയ മിഷൻ സ്റ്റേഷൻ ഏറ്റെടുത്തു. നേര്യമംഗലം, ബോർഡർ ഓഫ് എറണാകുളം ജില്ല, ഓൺ ദ വേ ടു ഈ മൂന്നാർ നമ്മുടെ പള്ളികളിലോട്ടൊക്കെ പോകും. അപ്പോൾ അവിടെ നമ്മുടെ ആദ്യ സംരംഭമാണ്. ഞാനൊരു റൂം വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചു. അപ്പോൾ അവിടെ താമസിച്ച് 7 വർഷം ഞാൻ അവിടെ എല്ലാ തലങ്ങളും, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഒരു എക്യുമെനിക്കൽ ഫെലോഷിപ്പൊക്കെ നല്ലതായിട്ട് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായി. അപ്പോൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായി. അവിടെ ഒരു കെട്ടിടം പണിത് താമസിക്കത്തക്കൊക്കെയുള്ള സ്ഥലം വാങ്ങിച്ചൊരു കെട്ടിടമൊക്കെ പണിതു. 40 വർഷം ആ ശുശ്രൂഷകൾ അവിടെ നിറവേറ്റി. ഇപ്പോൾ അവിടെ ഒരു പുതിയ പള്ളിയൊക്കെ പണിതു. നമ്മുടെ ഒരു ദേവാലയം അവിടെ സ്ഥാപിതമായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോയി കുർബാന എടുക്കുകയും അവരോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ബലപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ. അച്ഛന് 2 ശുശ്രൂഷകളാണ് ചെയ്തത്. ഒന്ന് ഒരു മിഷണറി ആയിട്ട് ശുശ്രൂഷ ചെയ്തു. അതോടൊപ്പം തന്നെ മറുവശത്ത് ഇവാഞ്ചലിസ്റ്റ് എന്നതിലുപരിയായി ശരിക്കും അച്ഛനായി ശുശ്രൂഷ ചെയ്തു. രണ്ടിനകത്തും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും 2 ഘട്ടമായിട്ടാണ് അച്ഛൻ വർക്ക് ചെയ്തത്. ഒന്ന് ഒരു സുവിശേഷകനായി, അത് ശരിക്കും ആത്മായ ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു കാലഘട്ടം. മറുവശത്തെ പൗരോഹിത്യ ശുശ്രൂഷ. ഇത് രണ്ടും തമ്മിലുള്ള അച്ഛൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള അനുഭവങ്ങൾ എന്തായിരുന്നു? അനുഭവങ്ങൾ ദൈവീകമായ ആത്മീയമായ അനുഭവങ്ങളിൽ 2 ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ ശുശ്രൂഷ രംഗങ്ങളിൽ ഒന്നുകൂടെ ആധികാരികമായി പ്രവർത്തിക്കാനും ശുശ്രൂഷയിൽ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ ലയിച്ച് ചേരാനായിട്ട് ഇടയാകുന്നു എന്നുള്ളത് കുറച്ചും കൂടെ പ്രാഗൽഭ്യമുള്ള ഒരു അനുഭവമാണ്. അതിനകത്ത് ഞാൻ ഭയങ്കരമായി സന്തോഷിക്കുന്നു. ഇന്നും പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഈ വിശുദ്ധ കുർബാനയിലും ഈ കുദാശയിലുമൊക്കെയുള്ള ഒരു രസമുണ്ട്, അത് തീർന്നു പോകരുതേ എന്ന്. ഇന്നും ദൈവം എന്നെ അനുഗ്രഹകരമായി ഒരു അൾത്താരയിൽ ശുശ്രൂഷിക്കുമ്പോൾ
അനുഗ്രഹമായി തീരും. ഞാൻ ഈ ദൂരദേശത്ത് പള്ളികളിലൊക്കെ പോയപ്പം ആളുകളൊക്കെ ചോദിച്ചു, കുത്തബ് മിനാർ കാണാൻ പോയോ, താജ്മഹൽ കാണാൻ പോയോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. എന്നാൽ ഞാൻ അവരോട് മറുപടി പറഞ്ഞു, ഇതൊക്കെ കണ്ടേക്കാൻ ചിലപ്പം, പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഈ അൾത്താരയിൽ ഒരു ശുശ്രൂഷ എടുത്ത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ വലിയൊരു ആത്മീയ സന്തോഷം, ജനത്തിൻ്റെ കണ്ണിൽ നോക്കി കുരിശ് വരയ്ക്കുമ്പോൾ ദൈവികമായ ഒരു അനുഭവം പങ്കുവെക്കുന്നു എന്നെനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അൾത്താരയിൽ നിന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പോൾ അച്ഛന് ഒരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ സന്തോഷമാണെന്ന് പറയാറുണ്ട്. ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവം, ദൈവം കരുതിയ സംഭവം, അത് ഓർമ്മയിലുണ്ടോ? എന്താണ് ആ ഒരു സംഭവം? ദൈവത്തിൻ്റെ പ്രൊവിഡൻസ്. ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴേ ഏലിയാവിൻ്റെ സംഭവം പറയും. കാക്ക വന്നു, അപ്പം കൊടുത്തു. അപ്പോൾ അടുത്തിടെ ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ പ്രസംഗിച്ചു, കാക്കയുടെ വരവ് നിന്നു പോയിട്ടില്ല എന്നായിരുന്നു അതിൻ്റെ ഹെഡിങ്. അതായത് വൈദിക സെമിനാരിയിൽ കോട്ടയത്ത് പഠിക്കുമ്പോൾ ഞങ്ങൾ പാർത്തിരുന്ന സ്ഥലം മേൽസ്ഥാനമാണ്. കുറച്ച് കുന്നുകളൊക്കെ കയറിയേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. ചെറുപ്പകാലങ്ങളിലൊക്കെ അവിടെ നടന്നെങ്കിലും ഞാൻ അല്പം ലേറ്റായിട്ടായി ഈ വൈദിക സെമിനാരിയിൽ ചേരുമ്പോൾ. അപ്പോൾ അന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീട്ടിൽ പോകാനായിട്ടൊരു സാവകാശം ഉണ്ടായിരുന്നു. വീട്ടിലെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി വരുവാനായിട്ട് ചില മലയൊക്കെ കയറി, ദൈവമേ ഈ മല കയറാൻ ബുദ്ധിമുട്ട് തോന്നിക്കുന്നു, എന്നാലും നമ്മുടെ ആത്മവിശ്വാസം വിടാതെ തന്നെ നമ്മൾ പിന്തുടരും. ഞങ്ങൾ താമസിക്കുന്ന ഇടത്തോടെ ഒരു ചെറിയ വഴിയുണ്ട്, ടാറിട്ട വഴിയല്ല, പക്ഷേ വഴി. ഞാൻ സെമിനാരി ചേർന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് അതിലെ ഞങ്ങളുടെ പടിക്കക്കൂടെ കോട്ടയം കോഴഞ്ചേരി, ഞാൻ കോട്ടയത്ത് നിന്ന് കയറിയാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് കൊണ്ട് ഈ ബസ് നിർത്തും. ഭയങ്കര സന്തോഷമായി. ദൈവം എൻ്റെ ഒരു ചെറിയ ആവശ്യമാണെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴും അതിലെനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ പോലും ദൈവം എന്നെ കരുതി. ഞാൻ പട്ടം കിട്ടി. 2 മാസം കഴിഞ്ഞപ്പോൾ ആ ബസ് അങ്ങ് നിന്നു. അതിനു മുമ്പ് ആ റോഡേ വണ്ടി ഓടിയിട്ടില്ല, അതിന് ശേഷവും മേത്താനത്ത് ഈ റോഡേ വണ്ടി ഓടിയിട്ടില്ല. ഭയങ്കര ദൈവത്തിൻ്റെ പ്രൂഡൻസ്. ഞാൻ പറയുമ്പോൾ ഓർക്കും, ദൈവം ഇതുപോലെ ഒരുപാട് അതിശയകരമായ ദൈവം എന്നെ പേഴ്സണലായി കരുതിയ ഒത്തിരി സംഭവങ്ങൾ ഓർമ്മിക്കാനുണ്ട്. ദൈവത്തിൻ്റെ കരുതൽ, അതുപോലെ തന്നെ പ്രൊവിഡൻസ്, അത് നമ്മൾ അച്ഛനിപ്പോൾ പറഞ്ഞു. അച്ഛന് ഓരോ സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ വ്യക്തിഗതമായി അച്ഛൻ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷം ഏതായിരുന്നു ജീവിതത്തിൽ എന്ന് വെച്ചാൽ? സുവിശേഷ വേല ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ ചോദിച്ചു, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസവും ഇല്ലെന്ന് എനിക്കറിയാം, രണ്ടും സുവിശേഷ വേലയാണ്. എന്നാൽ ദൈവം നമ്മെ നടത്തിയ വഴികളെ പറ്റി പറയുമ്പോൾ രണ്ടിനകത്തും ദൈവത്തിൻ്റെ കരുതലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ അച്ഛന്? ഒന്ന്, ജീവിതത്തിൽ അച്ഛൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ച ദൈവത്തെ പറ്റി പറഞ്ഞു. 2 തലങ്ങളിലും ദൈവത്തിൻ്റെ കരുണ ഒന്നുപോലെ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നുമില്ലായ്മയില്ല. നമ്മൾ ആ മിഷൻ സ്റ്റേഷൻ ആദ്യം തുടങ്ങിയതുമൊക്കെ അവിടെ പ്രവർത്തിക്കാനും അവിടെ ഒരു പ്രാർത്ഥനാ സമൂഹത്തെ ഉണ്ടാകാനും അവിടുത്തെ പല സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ കരുണ കൂട്ടായിരുന്നു. ഞാൻ അച്ഛനായതിനു ശേഷവും വളരെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഒരു സംഭവം ഓർക്കുന്നു. ഞാൻ 40 കിലോമീറ്റർ ദൂരെ വില്ലുചാരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നെയ്യാറ്റിൻകര അച്ഛനായി ചെല്ലുമ്പോൾ 16 വീട് മൺകുടിലാണ്. അപ്പോൾ അന്ന് കാർഡിൻ്റെ പ്രവർത്തകരുമായി ഞങ്ങൾ ഒരുമിച്ച് ഈ 40 കിലോമീറ്റർ ബൈക്കിൽ പോയി ഓരോ ദിവസം ഓരോ വീട് ഒക്കെ ഇടിച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഒരുമിച്ച് കൂട്ടായി പണിത് ദൈവത്തിൻ്റെ കരുണയിൽ ആ 16 വീടും ഇടിച്ച് പണിയാനൊക്കെ. അപ്പോൾ വെളിയിൽ നിന്നൊക്കെ കുറച്ച് രൂപയൊക്കെ കിട്ടി, കാർഡുകാർ കുറച്ച് രൂപ തന്നു. അങ്ങനെ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ കരം ഞങ്ങളെ അന്ന് ശക്തീകരിച്ചതൊക്കെ ഓർമ്മിക്കുന്നു. പ്രാർത്ഥനാനുഭവത്തിൽ പല അനുഭവങ്ങളുമുണ്ട്. അത് ഓരോന്നോരോന്നായി പറഞ്ഞാൽ കൂടുതൽ വിസ്താര ഭയം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നു. പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ, എന്തെന്ന് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, നിർണായകമായ ചില സന്ദർഭങ്ങളിൽ ദൈവം ആ രാത്രി മുഴുവൻ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം നേരം പുലർന്നപ്പോൾ പ്രതികൂലമായിരുന്ന സാഹചര്യത്തെ അനുകൂലമാക്കി രൂപാന്തരപ്പെടുത്തി. തലേദിവസം എന്നെ കണ്ട ആളുകൾ പിറ്റേ ദിവസം കണ്ടപ്പോൾ വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് കാണാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. കണ്ണുനീരിൻ്റെ ഫലമായി അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട്. നമ്മുടെ ശുശ്രൂഷ രംഗങ്ങളിൽ അച്ഛനറിയാമല്ലോ, എല്ലാ തലങ്ങളിലും പ്രതിസന്ധികളിലും പ്രത്യാശകളിലും ഒക്കെ ജീവിക്കാനായിട്ട് ദൈവം സഹായിക്കും. അച്ഛൻ വിദേശത്ത് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് അമേരിക്കയിൽ വർക്ക് ചെയ്തായിരുന്നു.
ഈ വില്ലേജ് പാരീഷിൽ നിന്നും അതുപോലെ തന്നെ മിഷൻ വീട്ടിൽ നിന്നുമൊക്കെ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വിദേശത്ത് പോയ സമയത്ത്? വിദേശത്ത് പോയപ്പോൾ ഒരു പുതിയ സ്റ്റേഷൻ, പുതിയ പള്ളി. പക്ഷേ എൻ്റെ മനസ്സിൽ വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇത് കർത്താവിൻ്റെ പീപ്പിൾ, ജനം. അപ്പോൾ അവിടുത്തെ അൾത്താരയിൽ പിന്നെ എനിക്കത് കുറച്ചും കൂടി ഒരു വിശാലമായ പള്ളിയും ഒരു മൈക്ക് സിസ്റ്റവും അവിടുത്തെ ജനങ്ങളും. അപ്പോൾ ഈ ആരാധനയിൽ എനിക്ക് അത് വലിയൊരു സന്തോഷമായിരുന്നു. പണ്ട് ഈ പറങ്കിയിലൊക്കെ ചിരട്ട കെട്ടി നാര് കെട്ടി പാടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ അനുഭവങ്ങളൊക്കെ ഭയങ്കരമായി ജനത്തെ കണ്ടുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന നല്ല സന്ദർഭമായിട്ടൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ വേറൊരു കാര്യമുള്ളത്, അവിടുത്തെ കൊച്ചു പിള്ളേരോട് വർത്തമാനം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രായമുള്ളവരെയൊക്കെ നമ്മുടെ ഭാഷ കൊണ്ടൊക്കെ നിർമ്മിക്കും. പിന്നെ 3 മാസം കഴിഞ്ഞപ്പം അവിടെ ഒരാൾ എന്നോട് ചോദിച്ചു, ഫിലഡൽഫിയ അച്ഛാ, ഹൗ യു ഫീൽ ഫിലഡൽഫിയ? ഐ സെഡ് ഇറ്റ് ഈസ് റാന്നി, കോന്നി, ഫിലഡൽഫിയ. ദ സെയിം പീപ്പിൾ, സെയിം മാർത്തമൈറ്റ്സ്, വിത്ത് സെയിം കോൺഫിഡൻസ്. ഞാൻ ദൈവത്തിൻ്റെ കരുണയിൽ കുരിശ് വരച്ച് ആ ഒരു ബ്ലെസ്സിങ് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷം ദൈവം തന്ന അവസരങ്ങളായിട്ടൊക്കെ കാണുന്നു. അച്ഛാ, അവിടെയുള്ള യുവജനങ്ങളൊക്കെ പള്ളി ആരാധനയിൽ പങ്കെടുക്കുന്നതിൽ അവർ ഇൻട്രസ്റ്റ് ആണോ, അതോ എങ്ങനെയാണ് അവിടുത്തെ ഉള്ള ആളുകളുടെയൊക്കെ പ്രത്യേകത? അവിടെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് ആ പള്ളിയിൽ നാട്ടിൽ നിന്നൊക്കെ വന്ന യുവജനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. മലയാളീസൊക്കെ അവിടെയുള്ള യുവജനങ്ങളും ഉണ്ടായിരുന്നു. പള്ളിയിൽ വരാത്തവരും പിള്ളേരാകുമ്പം പള്ളി വരും, സൺഡേ സ്കൂളിന് കൊണ്ടുവരും. അങ്ങനെ ആ നല്ല ഒരു കോൺട്രിബ്യൂഷൻ. എല്ലാവരും ആരാധനയിൽ ഇവിടുത്തേക്കാൾ നല്ലതായിട്ടെന്ന് വേണേൽ ചിത്രീകരിക്കാം. ഇപ്പോഴും അവിടുത്തെ പിള്ളേരൊക്കെ ഇവിടെ വരുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒരു ഫെലോഷിപ്പൊക്കെ ആചരിച്ച് അടുത്തിടെ ഒരു 3-4 പേര് വന്നിരുന്നു. എന്നെ വിളിച്ചുകൊണ്ട് പോയി MCRDയിലെ ഫെലോഷിപ്പിനൊക്കെ കൂട്ടി. പിന്നെ നല്ല സ്നേഹിതരൊക്കെ അവിടെ ഉണ്ട്, നമ്മുടെ ദേശക്കാരൊക്കെ ഉണ്ട്. അച്ഛാ, ഇപ്പോൾ മിനിസ്ട്രി വന്നിട്ട് 35 ഇയേഴ്സായി. ഈ വൈദിക ശുശ്രൂഷയിൽ അച്ഛന് സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടി അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്താറുണ്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ ഒരു സമൂഹത്തിൽ ധാരാളം ആളുകൾ ഈ മിനിസ്ട്രിയിലേക്ക് വരുന്നുണ്ട്. അവരോട് പറയാനായിട്ടുള്ള ഒരു ഉപദേശം, ദർശനം എന്താണ് അച്ഛൻ്റെ? ഈ പുതുതായി വൈദിക ശ്രേണിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് അച്ഛന് കൊടുക്കാനുള്ള ഒരു ദർശനം എന്താണ്? പുതുതായി കൊടുക്കുവാനുള്ള ദർശനം എന്ന് പറയുന്നത്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയംഗമായ സ്നേഹം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട്, സ്നേഹമാണ്, സഹനമാണ്, ശാലീനതയാണ് മിനിസ്ട്രിയുടെ ബലം എന്ന് പറയുന്നത്. നമ്മളുടെ ബുദ്ധിയും ശക്തിയും ഒക്കെ ആവശ്യമാണ്, നല്ലതാണ്. അതിനപ്പുറത്ത് സ്നേഹിക്കുന്ന ഒരു മനസ്സ് ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും അതിന് മുന്നിൽ ഇരിക്കാനായിട്ട് സാധിക്കും. ചില 1% വല്ലതുമേ മാറിപ്പോകാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തോട്ട് ഈ ആത്മീയ അധികാരമാണ് ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവകൃപയിൽ ശുശ്രൂഷയിൽ മുന്നേറുമ്പോൾ സ്നേഹത്തിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചാൽ, എല്ലാവരോടും ഒരുപോലെ സമവീക്ഷണത്തിൽ നിൽക്കാനൊക്കെ സാധിച്ചാൽ ശുശ്രൂഷ ഭയങ്കര അനുഗ്രഹമാണ്. ഈ മാർത്തോമ സഭയിലെ ജനം മുഴുവൻ നമ്മളോടൊപ്പം നമ്മെ ഈ ശുശ്രൂഷയിൽ ശക്തീകരിക്കും. അച്ഛൻ്റെ കുടുംബത്തെ പറ്റി ഒന്ന് പറയാമോ? കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, എങ്ങനെയാണ് അവരുടെ പൊസിഷൻസൊക്കെ എവിടെയാണ് എന്ന് പറയാൻ പറ്റുമോ? കുടുംബത്തിൽ പേരൻസെ തുടങ്ങാം. എൻ്റെ ഫാദർ ഈസ് 97 ആൻഡ് മൈ മദർ ഈസ് 94. അവരെന്നോടൊപ്പം വൃന്ദാവനത്തിൻ്റെ വീട്ടിലുണ്ട്. ഞാനും ഭാര്യ അവരും അവിടെ താമസിക്കും. എൻ്റെ മൂത്ത മകൾ ഷീബ, അവർ ലണ്ടൻ സെൻറ്റ് ജോൺസ് ഇടവകയിൽ കുടുംബമായി ദൈവകൃപയിലായിരിക്കുന്നു. എൻ്റെ മകൻ അനീഷ് കറിയ ഇപ്പോൾ നോയിഡ ഇമ്മാനുവൽ ഇടവകയിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അവർ രണ്ടും കുടുംബമായി ദൈവകൃപയിൽ അനുഗ്രഹമായിട്ടിരിക്കുന്നു. എനിക്കൊരു മോളോടുണ്ട്, അത് സ്നേഹ. അവൾ പക്ഷേ ഇപ്പം സ്വർഗത്തിലാണ്. അവൾ ഒരു 5 വർഷം മുമ്പ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. അത് ജീവിതത്തിലെ വലിയ ഒരു ഷോക്ക് അനുഭവമൊക്കെ ആയിരുന്നു. ആ അനുഭവത്തിൽ എന്നാൽ ദൈവം തമ്പുരാൻ അതിനെ വേറൊരു റലത്തിലേക്ക് എന്നെ ശക്തീകരിച്ചു. ഒന്ന്, അവൾ എന്നോട് കൂടി എല്ലാ ഇടങ്ങളിലും സഞ്ചരിച്ച് എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുത്തു. അതുകൊണ്ട് ഈ ആയുസിൻ്റെ ദൈർഘ്യത്തെക്കാൾ അതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഭാഗ്യസ്മരണീയനായ അത്തനേഷ്യസ് തിരുവേനി മാരാവണം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ബോഗൻവില്ല അവിടെ ഇങ്ങനെ പറന്ന് ഉയർന്ന് കാറ്റിലാടുന്നു. അപ്പോൾ തിരുവേനി പറഞ്ഞു, അതിൻ്റെ ഫലപ്രാപ്തിയിൽ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു.
ആ തിരുമേനിയുടെ ആ മസ്ലിംസ് അങ്ങോട്ട് പറന്നുകൊണ്ട് ഈ ബോഗൻവില്ല അങ്ങോട്ട് ആടുന്ന ആ നിമിഷം ഇപ്പോഴും മനസ്സിൽ ഞാൻ ഓർത്തു, ഓക്കുമരത്തേക്കാൾ, നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഓക്കുമരത്തേക്കാൾ ഒരു നിമിഷം ജീവിക്കുന്ന ലില്ലി പുഷ്പം അധികം അനുഗ്രഹിക്കപ്പെട്ടത്, സൗരഭ്യമുള്ളത്. ഒരർത്ഥത്തിൽ കാലത്തിൻ്റെ ദൈർഘ്യത്തിലല്ല, അതിനപ്പുറത്ത് സൗരഭ്യത്തോടുകൂടെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ ഞാൻ ശക്തിപ്പെട്ടു. അതോടൊപ്പം ചേർന്ന് ഒരു കാര്യം കൂടെ പറയാം. ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, 2 കാര്യങ്ങളോട് പറയാം. ഒന്ന്, ഒരു തിരുമേനി എന്നോട് പറഞ്ഞു, യുവർ വെയിറ്റർ ഹാസ് ഗോൺ, ഐ നോ. ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന, എൻ്റെ പ്രസംഗത്തിൻ്റെ ഗുണവും ദോഷവും എന്നെ കറക്റ്റ് ചെയ്യുകയും നന്മ പറയുകയൊക്കെ ചെയ്യുന്ന എൻ്റെ കാൽക്കിലിരിക്കുന്ന മൈ വെയിറ്റർ ഹാസ് ഗോൺ. യെസ്, ബട്ട് ഗോഡ് ടോൾഡ് മീ ഷീ ഈസ് വെയിറ്റിംഗ് ഇൻ ദ ഹെവൻ ടു റിസീവ് യു. എഗെയിൻ ദ സെയിം വെയിറ്റിംഗ് ഈസ് കണ്ടിന്യൂയിങ്. അത് ഭയങ്കര ആത്മശക്തിയായി ഇന്നും സ്വർഗീയത്തിൽ ഒരാൾ എനിക്ക് വേണ്ടി ദൈവം തമ്പുരാൻ, അതുപോലെ എല്ലാവരും ഉണ്ട്. പക്ഷേ മൈ ഡോട്ടർ ഈസ് വെയിറ്റിംഗ് ഫോർ മീ. സെക്കൻഡ് തിങ്, 2 Corinthians 1, അവിടെ ഒരു വാക്യമുണ്ട്. ഞാൻ ഓർത്തു, ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങൾക്ക് ആശ്വാസമാകുന്ന ഈ അനുഭവം യാതൊരു വിധത്തിലുമുള്ള ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങൾക്ക് പര്യാപ്തമാകണം. അതിനു മുമ്പ് ഞാൻ ഈ ദുഃഖഭവനങ്ങളിൽ പോകുന്നതിനേക്കാൾ ഉപരിയായി വേദനയോടെ ഹൃദയഹാരിയായിട്ട്, പ്രത്യേകിച്ച് യങ് തലമുറയിലുള്ള കുഞ്ഞുങ്ങളോ ഒക്കെ നമ്മുടെ ലോകം വിട്ടു പോകുമ്പോൾ ഞാൻ അവരെ വിളിക്കുകയും കഴിയുമെങ്കിൽ കാണാൻ പോവുകയും, ഇവളുടെ ഓർമ്മയിൽ ഞാൻ ഒരു പോകാറുണ്ട്. ഇവളുടെ ഓർമ്മയിൽ ഞാനൊരു പാട്ടൊക്കെ എഴുതി ആ പാട്ടൊക്കെ ഇവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അതായത് ഈ ഓക്കുമരത്തേക്കാൾ അങ്ങനെയൊക്കെ ചേർത്ത് ഒരു സന്തോഷ സൂചകമായി ഒരു പാട്ടൊക്കെ എഴുതി. അപ്പോൾ അങ്ങനെ ഒരു മിനിസ്ട്രിയിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നീ ശക്തരാകേണ്ടതിന് നീയും ചില അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നു. ഇറ്റ് ഈസ് ഡിവൈൻ എന്ന് ദൈവം തമ്പുരാൻ പറയുന്നത് പോലെ എനിക്കൊരു ശക്തിയാണ്. അച്ഛാ, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സഭയിൽ അച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു കാലിക പ്രസക്തമായൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, യുവജനങ്ങൾ നമ്മുടെ സഭയിൽ നിന്ന് ദൂരെ പോകുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ വിദേശത്ത് അച്ഛൻ വർക്ക് ചെയ്തിട്ടുള്ള സാഹചര്യം, ആ വിദേശത്ത് ഈവൻ ലണ്ടനിലാണേലും അവർക്കൊക്കെ ഒരുപാട് അവരുടെ ജോലി തിരക്കുകളൊക്കെ ഉണ്ട്. യുവജനങ്ങൾ ഒരു പക്ഷേ പള്ളിയോട് അടുത്ത് പ്രതീക്ഷിക്കുന്ന പോലെ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണ്? അതിനൊക്കെ കാരണം എന്താണ്? നമ്മുടെ സഭ ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്താധാരയിൽ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നത്, നമ്മുടെ സഭ അത് കാലത്തിന് മുമ്പേ പറക്കുന്ന പക്ഷി തന്നെയാണ്. അതിന് ഉദാഹരണമായി 19 എൻ്റെ കൊച്ചിൻ്റെ വേർപാടിന് ശേഷം എൻ്റെ മൂത്ത മകൾ ലണ്ടനിലുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, അവൾ എന്നെ അങ്ങോട്ട് വിളിച്ചു. 6 മാസം ഞാൻ ലണ്ടനിൽ അച്ഛൻ്റെ പഴയ സെൻറ്റ് ജോൺസ് ഇടവകയിൽ താമസിച്ചു. അവിടെയുള്ള ദേവാലയങ്ങളിലൊക്കെ പോയി ഞാൻ ശുശ്രൂഷകൾ ചെയ്തു. എന്നിട്ട് അവിടെ ഒരു മാർത്തോമ ഫാമിലി മീറ്റ്, ഞാൻ അതിന് പങ്കെടുത്തു. എന്നെ ഭയങ്കരമായി ശക്തീകരിച്ച ഒരു കാര്യം, ഇവിടെ നമ്മളുടെ കുട്ടികളെല്ലാം വെളിയിൽ പോകുന്നു എന്നുള്ള ആങ്സൈറ്റിയൊക്കെ നമുക്കുണ്ട്, നമുക്കത് പരിമിതികളുണ്ട്. എങ്കിൽ പോലും അവിടെ ഈ കുട്ടികളെല്ലാം ഒരു 250 പിള്ളേർ സ്റ്റേജിലോട്ട് കയറി അവരൊരു പാട്ടുപാടി, അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. പിന്നെ അവർ പാടി, ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ കീഴടക്കട്ടെ. ഇത് കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പം ഞാൻ ഓർത്തു, നമ്മുടെ ഇവിടുന്ന് പിള്ളേരൊക്കെ അങ്ങോട്ട് മാറുന്നു, പക്ഷേ അവരെവിടെ പോകുന്നു അവിടെ അവരെ കണ്ടെത്താനും അവരെ ക്രമീകരിക്കാനും ഞാൻ പറഞ്ഞു നമ്മുടെ സഭ മുമ്പേ പറക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു UK, യൂറോപ്പ്, ആഫ്രിക്ക ഡയോസിസ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് സഭ അതിൻ്റെ തലങ്ങളിൽ യൂത്ത്സിനെ കണ്ടെത്തണം, അവർക്ക് ഫെലോഷിപ്പ് കൊടുക്കണം, സ്നേഹം കൊടുക്കണം, അവരുടേതായ തലത്തിൽ നിന്നുകൊണ്ട് അവരെ കൃത്യമായി നമ്മൾ മാടി വിളിച്ചാൽ. എനിക്ക് യൂത്ത്സ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പഴയ പള്ളിയിലെ പിള്ളേരൊക്കെ ഇപ്പോഴും വരും, വന്ന് എനിക്ക് കാണുകയും, ഞാൻ പറയില്ലയോ, ഞാൻ എൻ്റെ ദൂരദേശത്തെ പിള്ളേർ പോലും വന്ന് നമ്മളെ കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ശുശ്രൂഷ രംഗങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട്
സഹായിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സഭ മുന്നേറേണ്ടതായിട്ടുണ്ട്. ദൈവം അങ്ങനെ നടത്തുന്നു. ഇന്ന് നമ്മുടെ സഭാ നേതൃത്വം, നമ്മുടെ തിരുവനിമാർ, നമ്മുടെ സഭാ അജമാരെല്ലാം ആ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇനിയും കൂടുതൽ യൂത്ത്സിനെ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുവാനും നല്ല ആത്മീയ ശുശ്രൂഷകൾ നടത്താനായിട്ടും സാധിക്കണം. ഏത് തലങ്ങളിൽ അവർ അകന്നു പോകുന്നോ അതിനേക്കാൾ ഉപരിയായി അവരെ അട്രാക്റ്റ് ചെയ്യത്തക്കവണ്ണമുള്ള ആരാധന ശുശ്രൂഷ അനുഭവങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് യൂത്ത്സിനെ കൊണ്ടുവരാനായിട്ടുള്ളത്. പണ്ട് ഓർഫ്യൂസും ഇത് അസുര രാജാവും മറ്റേ കടലിൽ കൂടെ പോകുന്ന കഥ അച്ഛൻ അറിയാമല്ലോ. കടലിൽ കൂടെ പോകുമ്പോൾ എന്താ വേണമെന്നറിയാമോ? ഇവരെല്ലാം പാട്ടുപാടി ഈ അസുര രാജാക്കന്മാർ ഈ കപ്പലിലുള്ളവരെയെല്ലാം പിടിച്ചു തിന്നും, ആകർഷിച്ച് പിടിച്ചു തിന്നും. അപ്പോൾ ആദ്യം അവർ ചെവിയിൽ പഞ്ഞു വെച്ചു, പിന്നെ അതൊക്കെ ചെയ്തു. അതൊന്നും പര്യാപ്തമല്ല, മെഴുകുരുക്കി വെച്ചാലൊന്നും ഒക്കത്തില്ല. ഒടുവിൽ ഒരു തീരുമാനമെടുത്തു, അതിനേക്കാൾ ഭംഗിയായി നമുക്ക് ഈ കപ്പലിൽ പാടണം. അവർ പാടി. ഒരു രാജാവും അറിഞ്ഞില്ല, സാത്താന്യ ശക്തികളും അടുത്തില്ല. ഇവർ സന്തോഷമായി പോയി. ഇന്ന് ലോക സാഹചര്യങ്ങൾ, വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ഈ കാലഘട്ടം അതിൻ്റെ മധ്യത്തിൽ നല്ല ദൈവകൃപയിൽ അനിന്ദ്യരായി ശക്തരായി നിന്നുകൊണ്ട് അതിനേക്കാൾ നല്ലതായി പാടുവാൻ എന്ന് പറഞ്ഞാൽ പാട്ട് മാത്രമല്ല, അതിനേക്കാൾ നല്ലതായി ദൈവകൃപയിൽ നല്ല വിശ്വസ്ത സാക്ഷികളായി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ സഭ ഭയങ്കര വി ആർ ദി മെമ്പേഴ്സ് ഓഫ് ദി ബ്ലെസ്സഡ് മാർത്തമ ചർച്ച്. ഞാൻ അതിനകത്ത് അഭിമാനം കൊള്ളുന്നു. അതിലെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സഭ ഇനി ഒത്തിരിയുടെ മുന്നേറും, യുവാക്കൾ വരും. അതിനകത്ത് നമ്മളെല്ലാവരും ഒരു സ്നേഹത്തിൻ്റെ ശുശ്രൂഷകരായി, സഹനത്തിൻ്റെ അനുഭവക്കാരായി വീണ്ടും ശാലീന സുന്ദരമായ ശുശ്രൂഷകൾ അച്ഛനെ പോലെ. അച്ഛനല്ലയോ കാൻറ്റർബറി പള്ളിയൊക്കെ തുടങ്ങിയേ, എനിക്കറിയാം. അപ്പോൾ അച്ഛന് അവിടുത്തെ ശുശ്രൂഷകളിൽ അച്ഛൻ ഒരു മേൾ ആൾ തന്നെയായിരുന്നു. അച്ഛൻ എല്ലായിടത്തും എല്ലാവരെയും കോർത്തിണക്കി നിർത്താനൊക്കെ അച്ഛന് സാധിച്ചു. ഐ ലൈക്ക് യുവർ മിനിസ്ട്രി. എൻ്റെ മോളും പറയാറുണ്ട് അച്ഛൻ്റെ മിനിസ്ട്രിയൊക്കെ സന്തോഷമായിരുന്നു. അച്ഛാ ഇത്ര നേരം പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് UK യൂറോപ്പിലെ ജനങ്ങളെല്ലാം ഒരുപാട് സഹകരിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഭദ്രാസനം ഉണ്ടാകുന്നത്. എല്ലാ പള്ളികളും മെച്ചമാണ്. ഉപരിയായി എനിക്കുണ്ടായ ഒരു ദർശനം എന്ന് വെച്ചാൽ, ഞാനിവിടെ വർക്ക് ചെയ്ത ആളായതുകൊണ്ട് പറയുകയാണ്, ഇവിടെയുള്ള കുട്ടികൾക്ക് നല്ല ദർശനം കൊടുത്തപ്പോൾ അവരവിടെ പോയി വിവാഹിതരായി കുടുംബജീവിതം നയിച്ചു. അപ്പം സഭയുടെ പൈതൃകം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് അവർ പോയത്. അങ്ങനെ പോയത് കൊണ്ട് അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഞങ്ങൾ കാൻറ്റർബറിയിലും സൗത്താംപ്ടണിലും ഒക്കെ ചർച്ച തുടങ്ങിയിരുന്നു. അതെല്ലാം ഇപ്പോൾ ഇടവുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അച്ഛൻ ഇപ്പോൾ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കാരുണ്യം. 2, ഇവിടുത്തെ മാതാപിതാക്കൾ അവർക്ക് നല്ല ദർശനവും പൈതൃകവും പാരമ്പര്യവും കൊടുത്തു. ഞാനവിടെ കലാസന്ധ്യ നടത്തിയതാണ് യുവജനങ്ങളെ കൊണ്ട്. അപ്പോൾ ആ കുട്ടികളാണ് അവിടെ വളർന്നു വരുന്നത്, അവരുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതൊരു ദർശനമായിട്ട് മാറിക്കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ പോലെ ദൈവം നമ്മുടെ സഭയെ ധന്യയാക്കും. അപ്പോൾ അങ്ങനെ ഒരു സാക്ഷ്യം അവർക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നമ്മുടെ യുവജനങ്ങൾ എന്തുകൊണ്ടാണ് മാറിപ്പോകുന്നത്. നമ്മുടെ യുവജനങ്ങൾ മാറിപ്പോകുന്നതിൻ്റെ കാരണം ഈ ദർശനം ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അച്ഛൻ ഇത്രയും നേരം അച്ഛൻ്റെ അനുഭവങ്ങളും അച്ഛൻ വന്ന സാഹചര്യങ്ങളും, പ്രത്യേകിച്ച് മോടെ വേർപാടിൽ അച്ഛന് ഒരു പുരോഹിതൻ എന്ന നിലയിൽ അതിനെ താങ്ങാൻ പറ്റിയതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇത്രയും നേരം ആശയങ്ങൾ പങ്കുവച്ച നമസ്കാരമുണ്ട്. അച്ഛൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേൾഡ് ടു വേൾഡ് ടിവിയുടെ എല്ലാ ആശംസകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ പഴയ മിനിസ്ട്രികൾ പോലെ ഈ മിനിസ്ട്രിയിലും അച്ഛൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വേൾഡ് ടു വേൾഡ് ചാനലിന് ഒരു അനുഗ്രഹ ചാനലാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ദൈവബലം ഉണ്ടാകട്ടെ. താങ്ക്സ് ടു എവരിബഡി, താങ്ക്സ് ടു അവർ ചർച്ച് ആൻഡ് താങ്ക്സ് ടു വേൾഡ് ടു വേൾഡ് ചാനൽ, താങ്ക്സ് ടു അച്ഛൻ. താങ്ക് യു അച്ഛ. താങ്ക് യു അച്ഛൻ. ഇന്നത്തെ പുരോഹിത ദർശനം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം.